ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് ഒരു സ്ഥലം വരെ വന്നേക്കുവാണ്. ഇതിന് മുന്നത്തെ വീഡിയോ നമ്മൾ റീൽസിലിട്ടിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേക്കും നമുക്ക് സെക്കൻഡ് സ്പോട്ടിലെത്തിയിട്ട് കാണാം. ഇത് ഫസ്റ്റ് സ്പോട്ടാണേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലെത്തിയേക്കുവാണ്. അപ്പോൾ ഇതാണ് ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ മാർമല. അപ്പോൾ ഗൈസ് ഈ മാർമല നമ്മൾ ബാത്തിങ് ഒക്കെ ചെയ്തു. ഇനി മുന്നത്തെ റീൽസ് കണ്ടവർക്ക് അറിയാം, ഞാൻ എൻ്റെ ഷട്ടക്ക് നനഞ്ഞ് ഷട്ടക്ക് ഊരിയതാണ് ഗൈസ്. അപ്പോഴേക്കും പിന്നെ നമുക്ക് ഇത് സെക്കൻഡ് സ്പോട്ടിലെത്തിയിട്ട് കാണാം. പക്ഷേ ഇതിനൊരു കാര്യം പറയാനുണ്ട്. ഇത് നമ്മൾ വരുമ്പോൾ ഇറക്കമായിരിക്കും, നല്ല ഇറക്കമായിരിക്കും. നമ്മൾ മടുത്തു പോകും. ഇത്തിരി കയറുമ്പോൾ ഇത്തിരിയും കൂടെ അടുത്തു പോകും. അപ്പോൾ അതൊക്കെ നമുക്ക് വിഷയമല്ലേ ഗൈസ്, നമുക്ക് അതൊക്കെ ചെയ്ത് പോവാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ സെക്കൻഡ് സ്പോട്ടിലെത്തി, പൈൻ ഫോറസ്റ്റ്. അപ്പോൾ ഗൈസ് ഇതിൽ നമ്മൾ റീൽസ് ഞാൻ പറഞ്ഞത് മുകളിലോട്ട് മലയും താഴേക്ക് നടവഴിയുമാണ് ഗൈസ്. ഒത്തിരി മുകളിലോട്ടൊക്കെ കയറുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം കയറാൻ. അപ്പോൾ ഗൈസ് ഇത് നല്ല സ്പോട്ടായിരുന്നു, സെക്കൻഡ് സ്പോട്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. നമ്മളൊക്കെ ഫ്രണ്ട്സ് ആണ് ഗൈസ്. ഗൈസ് ഇതാണ് പൈൻ ഫോറസ്റ്റ്. നമുക്ക് നടക്കാം ഗൈസ്. കണ്ട് എന്തോരം മരങ്ങളാണ് നിങ്ങൾ നോക്കിയ, മരങ്ങള് നല്ല കിടക്കാച്ച മരങ്ങളാണ്. കുറെ പേര് ഡാൻസ് എടുക്കണേ, കുറെ പേര് ഫോട്ടോ എടുക്കണേ. ഇങ്ങനെയാണ് ഗൈസ് നടക്കണത്, കേൾക്കാത്തല്ലോ ഗൈസ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കണം പൈൻ ഫോറസ്റ്റില്. അത്യാവശ്യം നല്ല ഇതാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് പോവാൻ പോവാണ്. അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ തേർഡ് സ്പോട്ടിലെത്തി ഗൈസ്, അഡ്വഞ്ചർ പാർക്ക്. സിപ്പ് ലൈനിൽ വാവി പോവുകയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വാവി തന്നെ തിരിച്ചെത്തത്തുള്ളൂ ഗൈസ്. ഫോണോ അപ്പൊ ഗൈസ് നമ്മൾ അഡ്വഞ്ചർ പാർക്കിലുള്ള ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ടൈം അനുസരിച്ച് 5 മിനിറ്റ് കയറി നിൽക്കുവാണ് ഗൈസ്. നല്ല കാറ്റാണ് ഗൈസ്, ഒടുക്കത്തെ കാറ്റ്. നമുക്ക് വേണമെങ്കിൽ 0 ഗ്രാവിറ്റി എന്ന് പറയാം. അത്രയും പൊങ്ങി പോകുന്നുണ്ട് ഗൈസ്, അത്രയും തണുപ്പുള്ള കാറ്റാണ് ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ ക്യാബ് പറ്റി ഗൈസ്, അല്ലെങ്കിൽ ആ ക്യാബ് പറന്നു പോകും. കാരണം വേറെ ക്യാബ് ഇട്ട് ഗൈസ്. അപ്പം നമ്മൾ പൈൻ ഫോറസ്റ്റിൽ നിന്ന് ബൈനോക്കുലർ എല്ലാവർക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ നോക്കുവാണ് ഗൈസ് ബൈനോക്കുലറും വെച്ചിട്ട്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ അറ്റത്ത് നല്ല വ്യൂ പോയിന്റ് ആണ് ഗൈസ്. ഇതിൻ്റെ ചില്ലിൻ്റെ അടി കൂടെ നോക്കിയാൽ നമ്മൾ താഴത്തോട്ട് വീണ പോലെ തോന്നും ഗൈസ്. കഴിഞ്ഞു. അടി കൂടി കഴിച്ചു ചാറ്റാൻ
താഴത്തോട്ട് നോക്കിയാ അപ്പൊ നമ്മുടെ അഡ്വഞ്ചർ പാർക്ക് ഇവിടെ തൊട്ട് ഫിനിഷ് ആവുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാം. നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാം ഗൈസ്. ആ ബ്രിഡ്ജ് നമ്മൾ കയറി. ഇതാണ് ഗൈസ് ബ്രിഡ്ജ്. പിന്നെ നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. പിന്നെ ഇത് വെറും സ്ഥലമല്ല ഗൈസ്, ഇത് ഒരു അഡ്വഞ്ചർ പാർക്ക് തന്നെ പറയാൻ, ഒരു അഡ്വഞ്ചർ തന്നെയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ പേടിയാവും പോലെ. അവിടെ ഒരു വലിയ 2 പേർക്ക് ഇരിക്കാനുള്ള ഊനാലുണ്ട്. പിന്നെ ഒരു സൈക്കിളുണ്ട്. സൈക്കിൾ മാത്രം മറ്റേ റോപ്പിൽ കൂടെ പോണ സൈക്കിളുണ്ട്. പിന്നെ നിലത്തോട്ട് വീഴുന്ന റോപ്പിൽ കൂടെ പിടിച്ചിട്ട് അതൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഉണ്ട് ഗൈസ്. പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ വഴി. അപ്പൊ മറക്കാണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മൾ സെഡാവും ഗൈസ്. ഇത് നിങ്ങൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഉണ്ട്. അപ്പൊ ഗൈസ് അവിടെ കുറെ പേര് പോകുന്നുണ്ട് ഗൈസ്. അതൊക്കെ നമ്മുടെ ആൾക്കാരാണ് ഗൈസ്. ഐഷ, ഉമ്മി, ആദ്യമൊക്കെ നമ്മുടെ ആൾക്കാരാണ്. ഇതാണ് ഫസ്റ്റ് കയറി പോകാൻ. ഗൈസ് ഇതാണ് സൈക്കിൾ പോണത്. നമ്മളാകെ നമ്മളെ മറ്റേ റോപ്പ് ലൈനും സിപ്പ് ലൈനും മറ്റേ ഇപ്പൊ ഗ്ലാസ് ബ്രിഡ്ജും കയറിയിട്ടുണ്ട്. നമുക്ക് അവിടെ നമ്മളിത് കയറി. നമുക്ക് ഈ അഡ്വഞ്ചർ പാർക്കിലൊന്നും കയറാനില്ലാന്ന് തോന്നുന്നു. ഇനി ബാക്കി കയറാൻ വേണ്ടി നമ്മൾ പിന്നെ ഒരു ദിവസം വരും ഗൈസ്. അപ്പൊ ഗൈസ് നമ്മള് ഭക്ഷണം കഴിച്ചതിന് ഇനി ബാക്കിയുള്ളവരും കൂടെ ഭക്ഷണം കഴിക്കാനുണ്ട്. ഉച്ചക്കത്തെ ഭക്ഷണമാണ് ഗൈസ്. നമ്മള് ഭക്ഷണം കഴിച്ചിരുന്നു. എൻ്റെ ഉമ്മയും മാമിക്ക് ഭക്ഷണം കഴിച്ച് തരാറുണ്ട്. അപ്പൊ അവരും കൂടെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മള് അടുത്ത സ്പോട്ടിൽ പോകും. 4th സ്പോട്ട്. പിന്നെ നമുക്ക് കുറെ സ്പോട്ടുകൾ ഉണ്ടാവും. നമുക്ക് അതൊക്കെ നോക്കി പോകാം ഗൈസ്. അപ്പൊ നമ്മളിപ്പോ 4th സ്പോട്ടിന്റെ വഴി നടുവിലാണ് ഇത്. ഇടുക്കി വാഗമൺ. ഗൈസ് നമ്മളിപ്പോ വാഗമണിലാണ് ഗൈസ്. ഇത് സ്ഥലം. അപ്പൊ ഗൈസ് ഇതാണ് ഗൈസ് വാഗമൺ. നമ്മൾ ചോറിനാണ് ഇറങ്ങിയേക്കുന്നതാണ് ഒരു സ്പോട്ടില്. അപ്പൊ കുറെ പേര് ചോറുണ്ട് കഴിഞ്ഞു. അപ്പൊ തേനാ ഒരു വഴി കൂടെ കുറെ പേര് പോകുന്നുണ്ട്. നമുക്ക് ആ വഴി പോയി നോക്കാം. അപ്പൊ ഗൈസ് ഇതൊരു വ്യൂ പോയിന്റ് പോലെയാണ് ഗൈസ്. കണ്ടോ നിങ്ങൾ? അപ്പൊ ഗൈസ് അങ്ങോട്ടേക്ക് വഴിയുണ്ട്. നമ്മുടെ കാറ് ഗൈസ് അവിടെ ഉണ്ട്. അപ്പൊ ഗൈസ് അടുത്ത ഉള്ളവിടെ വാങ്ങിച്ചു പോണം. വേറെ സ്ഥലത്ത് പോകും ഗൈസ്. എന്റെ ടെലസ്കോപ്പ് വെച്ചിട്ട്. അപ്പൊ ഗൈസ് ഇതാണ് ഗൈസ് കാട്. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത സ്പോട്ടിലെത്തിയിട്ട് കാണാം. അപ്പൊ ഗൈസ് നമ്മള് 4ാമത്തെ സ്പോട്ടിലെത്തിക്കാണ്. മെഡോസ് മൊട്ടക്കുന്ന്. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ട് നല്ല കാറ്റാണ് ഗൈസ്. ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല എനിക്ക്. ഇവിടെ കയറി ഒന്ന് മല വരാനുണ്ട് ഗൈസ്. അപ്പം അപ്പൊ ഞങ്ങള് മലേന് ടോപ്പിൽ പോവാ. ടോപ്പ് അപ്പം നെക്സ്റ്റ് സ്പോട്ടിൽ ഇത്തിരി കഴിഞ്ഞിട്ട് പോവാം. നല്ല കാറ്റാ ഗൈസ്. നല്ല കാറ്റിന് ഒരുപാട് കാറ്റാ. അപ്പം
നല്ല കാര്യം നല്ല കാര്യം. അവിടെ എന്തോ കളിപ്പാട്ടമുണ്ട് പിള്ളേർക്ക്. സൂപ്പർ സാധനം ഗൈസ്. അപ്പൊ എല്ലാവരും കണ്ടോ ഗൈസ്? ഇരിക്കട്ടെ അപ്പൊ ഗൈസ് നമ്മളൊരു കാറ്റുള്ള മൊട്ടക്കുന്നിന് തേടുന്നുണ്ടോ ഗൈസ്. അപ്പൊ ഇതാണ് ഗൈസ് ഇത് വെറും മെഡോസ് അല്ല ഗൈസ്, ഇത് കാറ്റുള്ള മെഡോസ്. കൊടും കാറ്റ്. അപ്പുറത്തൊക്കെ റോബി ഉണ്ട്, റോബി അപ്പുറത്തൊക്കെ. അപ്പൊ ഗൈസ് ഇത്രയും വലിയ സ്ഥലത്ത് നമുക്ക് എങ്ങനെ എന്ത് തോന്നും ഗൈസ് നമുക്ക്? ഇവിടെ നിങ്ങൾ എന്തായാലും മെഡോസ് മുട്ടക്കുന്ന്. ഓ ഇവിടെ നിങ്ങൾ എന്തായാലും വരണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എന്തായാലും നിങ്ങൾ വരണം. ഇത് പവർ സ്ഥലമാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനൊരു കറിയും കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഇവിടെ നിന്ന് കുറേ മുട്ടക്കുന്നുണ്ട്. ഇത് വെറുതല്ല, 1 2 3 4 5 6 കുറേ ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ട്രിപ്പിനൊപ്പം വന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇരിക്കുവാണ് ഗൈസ്. അപ്പൊ ഗൈസ് അവിടെ നിന്ന് ഒരാള് ഫോട്ടോ എടുക്കണ്ട് ഗൈസ് ഒന്ന്. അപ്പൊ ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ സ്ഥലം. ഇവിടെ നിന്ന് ഡേഞ്ചറാണ് ഗൈസ്, ഇവിടെ നിന്ന് പതുക്കെ പോണം ഗൈസ്. നമ്മുടെ കൂട്ടുകാർ അപ്പൊ നമുക്ക് അടുത്ത സ്പോട്ടിൽ കാണാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ വി ആർ എസ്കേപ്പിംഗ് ഫ്രം മെഡോസ്. എന്ന് വെച്ചാൽ നമ്മൾ മെഡോസിൽ നിന്ന് ഇപ്പൊ ഇവിടെ നിന്ന് പോവുകയാണ് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് പിന്നെ അടുത്ത സ്പോട്ടിൽ ഇതാണ് 4th സ്പോട്ട് ഗൈസ്. എന്ത് 4th സ്പോട്ട് 4. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് ഗൈസ്. അപ്പൊ ഗൈസ് അടുത്ത വീഡിയോയിൽ ഫിസാനായിരിക്കും ഗൈസ് ഉണ്ടാവുന്നത്. അപ്പൊ ഗൈസ് ഞാനും ഉണ്ടാവും. നമ്മുടെ 5th സ്പോട്ടാണ് ഗൈസ്. ഇത് ഒരു തൂക്കുപാലം, ലോകത്തെ ഏറ്റവും വലിയ തൂക്കുപാലം. ഒന്ന് കാണിച്ചോടാ, കണ്ട ഗൈസ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ നേരത്തെ വീഡിയോ അങ്ങനെ അപ്പൊ ഗൈസ് ഒന്ന് നോക്കിയേ, ഇടുക്കി ഡാമിന്റെ അടുത്തായിട്ടുള്ള സ്ഥലം തോന്നണു. കണ്ടിട്ട് തൂക്കുവാലി കയറുന്നു ഗൈസ്. ഇതവിടെ പോവാം ഗൈസ്. ഒരു ഹായ് കൊടുത്തടാ. ഇതാണ് ബ്രിഡ്ജ് കയറിയിട്ട് വരാം. ഒന്ന് ബ്രിഡ്ജിൽ നോക്കാം നോക്കാം. അപ്പൊ അടിപൊളിയാണോ നോക്കാം. വൈറ്റ് ബ്രിഡ്ജ് നമുക്ക് നാളെ പോയിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് അവിടെ നിങ്ങൾ കയറാടുവാ ഫ്രണ്ട്സ്. എനിക്ക് പേടിയാണ്. എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ എല്ലാവരും എന്നെ പറയാ ഗൈസ്. അപ്പൊ ഇതാണ് പാലം. സ്ഥലം കണ്ട ഗൈസ്, നല്ല സ്ഥലമല്ലേ? കേരളയിലെ ഒരു നല്ല സ്ഥലം എന്തോണ്ട് ഗൈസ്. അപ്പം ഞങ്ങളവിടെ ഓട്ടോറിക്ഷ ഇതാണ് ഒരു വ്യൂ പോയിന്റ്. നമ്മളൊന്നൊരു വ്യൂ പോയിന്റ്. നമ്മുടെ ഇടുക്കി ഡാമില്ലേ ഗൈസ്, ഇടുക്കി. അപ്പൊ ഗൈസ് നമ്മൾ ഇടുക്കി ഡാമില്ലേ ഗൈസ്, ആ ഡാം തുറന്നാലേ ഗൈസ് ഇവിടെ കൂടെ വെള്ളം വന്ന സ്ഥലമാണിത്.
അങ്ങനത്തെ രസോട്ടേക്കും ഞാൻ വന്നേ ഡാം അപ്പൊ ഇതാണ് ഗൈസ് തൂക്കുപാലം ഗൈസ്. ആൾക്കാർ കൊണ്ടുപോയിക്കോട്ടെ ഞങ്ങള് ബൈനോക്കുലർ വെച്ച് നോക്കാം guys. അവിടെ ആ കാട്ടില് കുറെ ആൾക്കാരുണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ട്ടോ. Guys, അപ്പൊ നമ്മള് നല്ല രീതിയിൽ അപ്പൊ guys ഇതൊക്കെയാണ് നമ്മളൊന്ന് ജസ്റ്റ് കയറാൻ വേണ്ടി വന്നതാണ് ഗൈസ്. സമയം പോവും പോയിട്ട് വരാം. അപ്പൊ ഈ തണുക്കണ കേസ് എല്ലാം വാ ഇറങ്ങണം. അപ്പൊ ഗൈസ് എല്ലാം വാവറക്കുണ്ട് ഗൈസ്. ഇത്രയും ഇതൊക്കെ വന്നിട്ട് ഞാൻ എനിക്ക് തണുക്കണ കേസ് ഇത്രയും. അപ്പൊ ഗൈസ് ഇത് ഒരു തണുപ്പുള്ള സ്ഥലമാണ് ഗൈസ്. ഈ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, ഇവിടെ നിന്ന് മാറണം. അപ്പൊ ഗൈസ് നമുക്ക് തിരിച്ചു പോവാം ഗൈസ്. നിങ്ങൾ കേക്കണ്ടോ? അപ്പൊ ഗൈസ് നമ്മൾ ട്രിപ്പ് തീരാറായി ഗൈസ്. ഏകദേശം നമ്മുടെ എൻഡിങ്ങിലെത്തി ഗൈസ്. അയ്യപ്പൻ കോവിലിന്റെ തൂക്കുപാലം. ഓക്കെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും കമന്റിൽ പറയാനുണ്ടെങ്കിൽ കമന്റിൽ ഇട്ടേക്കുക, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പൊ എല്ലാരും മറക്കണ്ട ചെയ്ത ഹാപ്പി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.